കൊടും വേനൽ വന്നാലും കാലവർഷം കനത്താലും തീരദേശവാസികൾക്ക് എന്നും തീരാ ദുരിതം തന്നെയാണ്. കള്ളക്കടലും കടൽക്ഷോഭവും തീരത്തെ ഗുരുതരമായി ബാധിക്കുന്നതിന്റെ പ്രധാന കാരണം ജനപ്രതിനിധികളുടെ അനാസ്ഥ കൂടിയാണ്. ബലമുള്ള കടൽ ഭിത്തിയോ പുലിമുട്ടോ ഉണ്ടായിരുന്നെങ്കിൽ കടലേറ്റം ഇത്രമേൽ ജനങ്ങളെ ബാധിക്കില്ലായിരുന്നു എന്ന് നിസ്സംശയം പറയാം. ഓരോ കടൽക്ഷോഭകാലത്തും വീടും തൊഴിൽ മാർഗങ്ങളും നഷ്ടപ്പെടുന്നവർ നിരവധിയാണ്. കടൽ കലിതുള്ളുമ്പോൾ ആലപ്പുഴ ജില്ലയിൽ വളഞ്ഞവഴി, തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ എന്നിവിടങ്ങളിലെ തീരദേശത്തുള്ളവർ പെരുവഴിയിലാകുന്നത് പതിവ് കാഴ്ചയാണ്. അമ്പലപ്പുഴ വളഞ്ഞവഴിയിൽ കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ടെട്രോപാഡുകൾ കടലെടുത്തു. ചില പ്രദേശങ്ങളിൽ ടെട്രോപാഡുകൾക്ക് മുകളിലൂടെയാണ് തിരമാല ആഞ്ഞടിക്കുന്നത്. നിരവധി വൃക്ഷങ്ങളും കടപുഴകി വീണു. ശക്തമായ കടലേറ്റത്തിൽ നിരവധി വീടുകളും തകർച്ചാ ഭീഷണിയിലാണ്. അശാസ്ത്രീയമായ രീതിയിൽ കോടികൾ ചെലവഴിച്ച് ടെട്രോപാഡുകൾ സ്ഥാപിച്ചത് തങ്ങൾക്ക് പ്രയോജനം ചെയ്തിട്ടില്ലെന്ന് തീരദേശവാസികൾ പറയുന്നു. പുലിമുട്ടോടുകൂടിയ കടൽഭിത്തി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ പലതവണ MLA ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടും പ്രയോജനമുണ്ടായില്ല. ഒരു മാസം മുൻപും അപ്രതീക്ഷിതമായുണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ ഇവിടെ പ്രദേശവാസികൾ ദുരിതത്തിലായിരുന്നു. നിരവധി വീടുകൾ ഏതു സമയവും കടലെടുക്കുമെന്ന ആശങ്കയാണുള്ളത്. മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നതുകൊണ്ട് വള്ളങ്ങൾ ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങൾ നീക്കം ചെയ്തിരുന്നു. എങ്കിലും രാത്രിയോടെ കടൽ ശക്തമായാൽ എന്തു ചെയ്യുമെന്ന ആദിയിലാണ് തീരദേശവാസികൾ. ഞങ്ങൾക്ക് ഇത് വിട്ടേച്ച് ഞങ്ങൾക്ക് പോകാനൊക്കെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളുമായിട്ട് എവിടെ ചെന്ന് കയറും? ഞങ്ങൾക്ക് വീടുകളെല്ലാം പോയി കിടക്കാം. കടൽ കയറുമ്പോൾ മാത്രം നോക്കാൻ വരും. വന്നേച്ചും പറയും എല്ലാം ശരിയാക്കാം. പിന്നെ ആ കടൽ അങ്ങോട്ട് പതിഞ്ഞു കിടന്ന പിന്നെ ഒരു മനുഷ്യരെയും കാണത്തില്ല. ഞങ്ങൾ കഴിഞ്ഞ കടൽക്ഷോഭക്കാലത്ത് ഇവിടെ 12ഓളം വീടുകളാണ് കടലെടുത്തു പോയത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്ത് പുതുവലിൽ കമലയുടെ വീട് ഏത് നിമിഷവും തകരാവുന്ന നിലയിലാണ്. പുതുവൽ വൃന്ദ, സുരേഷ്, ബേബി, സജിത, കുസുമം എന്നിവരുടെ വീടുകളും തകർച്ചാ ഭീഷണിയിലാണ്. ഈ കാക്കാട് നീർക്കുന്ന ഭാഗങ്ങളിൽ ഒരുപാട് വീടുകൾ പോയിട്ടുണ്ട്. ഒരുപാട് പേര് ഇപ്പോഴും പ്രൈവറ്റ് ട്രാക്കിൽ താമസിക്കുന്നവരുണ്ട്. ഇപ്പോഴും ഈ തീരദേശ മേഖലയിൽ 10 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. കൊടുക്കുന്നുമുണ്ട്, വാങ്ങിയിട്ടുമുണ്ട്. ഈ 10 ലക്ഷം രൂപ കൊണ്ട് നമ്മൾ കിഴക്കുട്ടിയെന്ന് എന്ത് ചെയ്യാൻ പറ്റും? കടലിൽ പോയിട്ട് 10 രൂപ പണിക്ക് പോയി കിട്ടിയിട്ട് മാസങ്ങളോളമായി നമ്മൾ എങ്ങനെ ജീവിക്കും? പുറക്കാട്, തോട്ടപ്പള്ളി, തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ എന്നിവിടങ്ങളിൽ കടൽ ഭിത്തി ഇല്ലാത്തതിനാൽ അതിശക്തമായ തിരമാല കരയിലേക്ക് ആഞ്ഞടിക്കുകയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് ഇവിടെ കടലാക്രമണം ശക്തമായത്. കടലേറ്റത്തിൽ തീരദേശ റോഡിലേക്ക് മണൽ വന്ന് നിറഞ്ഞതോടെ തൃക്കുന്നപ്പുഴ വലിയഴിക്കൽ റോഡിൽ ഗതാഗതം നിലച്ചു. കടൽ ഭിത്തി ഇല്ലാത്തതിനാലാണ് റോഡിലേക്ക് കടൽ വെള്ളം കയറുന്നതെന്ന് ആരോപിച്ച് നാട്ടുകാർ സ്ഥലത്ത് പ്രതിഷേധിച്ചു. JCB ഉപയോഗിച്ച് മണ്ണ് മാറ്റാൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ തടഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം വേലിയേറ്റ സമയത്ത് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായാൽ തീരദേശത്തെ ജനജീവിതം ദുസ്സഹമാകും. കടലേറ്റമുണ്ടായാൽ തീരജനതയ്ക്ക് പിന്നെ ഉറങ്ങാത്ത രാത്രികളാണ്. ഓരോ കടൽക്ഷോഭകാലത്തും അവർ മുട്ടാത്ത വാതിലുകളില്ല. ഇതിനോടകം 100 കണക്കിന് ആളുകൾക്കാണ് അവരുടെ വീടുകൾ നഷ്ടമായത്. ഉറപ്പുള്ള ഒരു കടൽ ഭിത്തി വേണമെന്നത് മാത്രമാണ് അവരുടെ ആവശ്യം. ക്യാമറമാൻ ജിബിൻ തോമസിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. ഇങ്ങനെ കലിതുള്ളി കടലാഞ്ഞടിക്കുമ്പോൾ അധികൃതരുടെ മൗനം അത് പൊതുജനങ്ങളുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പലവട്ടം പരാതി പറഞ്ഞിട്ടും കടലാസിലെ എഴുത്തുകുത്തുകൾ മാത്രമായി പലതും ഒതുങ്ങുകയാണ് ചെയ്തത്. ഈ വിഷയത്തിൽ പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. കടൽ 3-4 പ്രാവശ്യം വന്ന് നമ്മൾ ഇതേപോലെ നമ്മുടെ ഒരു ദുഃഖം ഇതിനകത്തുണ്ടല്ലോ. അപ്പോൾ വരുന്ന സമയത്ത് വളരെ ബുദ്ധിമുട്ടാണ്. ആ ബുദ്ധിമുട്ട് നമ്മൾ ഉറക്കവും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുവാണ്. കടൽ കയറി വരുമോ, എന്താണ് സംഭവിക്കുന്നത് അറിയത്തില്ലല്ലോ. ഞങ്ങൾ ഈ കടൽ കയറുന്ന സമയത്ത് അവർ വന്നുകൊണ്ട് പറയും നിങ്ങൾ അങ്ങോട്ട് പിറക്കിക്കൊണ്ട് മാറി, ഇങ്ങോട്ട് പിറക്കിക്കൊണ്ട് മാറി. ഞങ്ങൾ ഇത്രയും നമ്മൾ പണ്ടാണെങ്കിൽ ഒരു പെട്ടിയും കൊണ്ട് നമുക്ക് പോകാം. ഇപ്പോഴെന്ന് പറയുമ്പോൾ നമുക്കത് പറ്റുമോ? ഈ ചെമ്മീൻ പൊളിക്കുന്ന ഷെഡ് നശിച്ചു പോയി, വള്ളക്കാരുടെ പണി നിന്ന്. അപ്പോൾ ഇനി ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾ MLA വീട്ടിൽ പോയിരുന്നു. MLA വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും ഉടനെ ഞങ്ങളെല്ലാം ശരിയാക്കി വെച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ എല്ലാം ഞങ്ങൾക്ക് തരാൻ ചെയ്തോളാം, ഞങ്ങളെല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ
ഒന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾ ഒരു വിഷമിച്ചാൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന MLA വീട്ടിൽ നിന്ന്. ഈ കടൽ കയറുമ്പോൾ മെമ്പർമാർ വന്ന് അവിടെ ഇവിടെയൊക്കെ വന്ന് നോക്കി ചെയ്യുമ്പോൾ പക്ഷേ ഞങ്ങളെ ആരുടെയും കാര്യം ഒന്നും തിരക്കാനോ പിടിക്കാനോ ആരും വരത്തില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കല്ലിട്ട് തന്നേ പറ്റത്തുള്ളൂ. ഈ പെരയുമായിട്ട് ഞങ്ങൾ കിടന്ന് പാടം ചൂടും. ഈ കുഞ്ഞുങ്ങളുമായിട്ട് രാത്രി 3:30 വരെ ഞങ്ങളിവിടെ ഉറക്കം നിൽക്കുക. ഞങ്ങൾ ഉറങ്ങിയിട്ടില്ല ഞങ്ങളുടെ വീടുകളിൽ. അപ്പോൾ അതവരുടെ ആശങ്കയാണ്. അവർക്ക് ജനിച്ച നാടാണ്. അവിടെ ആശങ്കയില്ലാതെ കഴിയാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇടപെടും എന്ന് പറഞ്ഞാൽ പോരാ, ഇടപെടൽ ഉണ്ടാകും. അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മളും പങ്കുവെക്കുന്നത്. ഒട്ടേറെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് നാളെ ലീവുണ്ടോ എന്നുള്ളത്. ഈ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിന്ന സാഹചര്യത്തിലായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കാർ അവധി നൽകിയത്. അത് നീട്ടിയതായി സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവധിയില്ല എന്നാണല്ലോ. അതാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത്. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ നൽകിയ വാർത്തയോട് പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട പുതിയ തീരുമാനം നല്ലതാണ്. അപകടങ്ങൾ കുറയാൻ അതൊരു കാരണമാകും എന്ന് സാദിഖ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കയ്പമംഗലത്ത് നിന്ന് ജോസ്വിൻ ജോസഫിൻ്റെ ചോദ്യം, ഈ വർഷം മഴ പെയ്യുമോ? എന്തൊരു ചൂടാ, രാത്രി ഉറങ്ങിയിട്ട് നാളുകളായി എന്നുള്ളതാണ്. ഇന്ന് വന്ന ഒരു കാലാവസ്ഥാ മുന്നറിയിപ്പ് അടുത്ത 5 ദിവസം സംസ്ഥാനത്ത് മഴ പെയ്യും എന്നുള്ളതാണ്. അത് വേനൽച്ചൂടിന് ഒരു ആശ്വാസമായിരിക്കും. ആ സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. മൈ റീൽസ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്ന് കന്യാകുമാരി ജില്ലയിൽ കടലിൽ കുളിക്കാനിറങ്ങി 5 പേർ മരിച്ചു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. നമ്മൾ ഉൾപ്പെടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.